ഓഫ് റോഡ് വിട്ടിട്ടൊന്നുമില്ല, അത് നമ്മുടെ പാഷനാണ്, അതങ്ങനെ വിടാനും പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവധി എടുത്തേക്കുവാണ്. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോയി തുടങ്ങണം എനിക്ക്. എല്ലാവരും പറയുന്ന പോലെ എന്നെ കാണണ്ട, ഏത് ആവശ്യത്തിന് എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. നമസ്കാരം. പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഒരു താരമുണ്ട്. ഓഫ് റോഡ് താരമായ റിയ ചീരാങ്കുഴി. 24 വയസ്സുകാരിയാണ്. ഇതിനിടയിൽ ഓഫ് റോഡ് മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ റിയ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ചൂടിലാണ്. നമുക്ക് റിയയോട് ചോദിക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ഇത്തവണ ഓഫ് റോഡ് വിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങില്ലേ? ഓഫ് റോഡ് വിട്ടിട്ടൊന്നുമില്ല, അത് നമ്മുടെ പാഷനാണ്, അതങ്ങനെ വിടാനും പറ്റത്തില്ല. തെരഞ്ഞെടുപ്പും ഉണ്ട് ആ കൂടെ. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം ഓഫ് റോഡും ഇറങ്ങാൻ. രണ്ടും കൂടെ കൊണ്ടുപോയി ഞാൻ. ലേറ്റസ്റ്റ് ആയിട്ട് മത്സരം ഏതായിരുന്നു? കഴിഞ്ഞ മന്തൊക്കെ ഉണ്ടായിരുന്നു, കോട്ടയം പെരുമ്പാവൂരൊക്കെ വെച്ചുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പോയി അതെല്ലാം. അത് കിട്ടിയില്ല, അവാർഡ് കിട്ടിയില്ലേ? നമ്മുടെ പെരുമ്പാവൂർ വെച്ചിരുന്ന ATCയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ ATC ക്യൂവിൻ്റെ തന്നെ ഒരു ട്രോഫി എനിക്ക് കിട്ടി. നല്ല പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു അതൊക്കെ. ശരിക്കും ഓഫ് റോഡാണോ കഷ്ടപ്പാട്, ഈ തെരഞ്ഞെടുപ്പാണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും സുഖം ഇങ്ങനെ നാട്ടിലിറങ്ങി എല്ലാവരോടും സംസാരിച്ച് നടക്കാനാണ് സുഖം. ഇതാണ് കുറച്ചും കൂടെ സുഖം എനിക്ക്. ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ജോലി ഉണ്ടായിരുന്നല്ലോ, അധ്യാപികയല്ലേ? അധ്യാപികയാണ്. ഇപ്പം ഞാൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവധി എടുത്തേക്കുവാണ്. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോയി തുടങ്ങണം എനിക്ക്. ഈ രാഷ്ട്രീയത്തിലേക്ക് എന്താ ചെറുപ്പം പോലെ താല്പര്യം ഉണ്ടായിരുന്നോ? രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്നതാണ്. വീട്ടുകാർ കോൺഗ്രസ്സുകാരാണ്. പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ പാർട്ടിക്കാർ നമ്മളോട് വന്ന് ചോദിച്ചു നിൽക്കാവോ എന്ന്. അപ്പം ഒന്ന് നിന്ന് നോക്കി, ഇതും കൊണ്ട് ട്രൈ ചെയ്യാൻ നോക്കി. എന്താവും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നോക്കാം. പൊതുപ്രവർത്തനം ഇഷ്ടമായിരുന്നു, കാരണം ബന്ധുക്കളും അച്ഛനൊക്കെ. അതെ, എൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ കൗൺസിലർ എന്ന് പറയുന്നത് എൻ്റെ പാപ്പനാണ്. അപ്പോൾ പാപ്പനോട് പല ആവശ്യത്തിനും ഈ വാർഡുകളിലൊക്കെ പോയിട്ടുമുണ്ട്. രസമാണ്. പൊതുപ്രവർത്തനം ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ ഓരോ വീടുകളിലും എങ്ങനെയാ പോകുന്നത്? രാവിലെ പോകുമോ? ഇനി കുറച്ച് ദിവസമായിട്ട് രാവിലെ പോകണു, വൈകുന്നേരം പോകുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ പോയി വൈകുന്നേരം പോയി അങ്ങനെ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഫുൾ ടൈം ഇതിലെ കൂടെ തന്നെ നടപ്പാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും തന്നെ നല്ല കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മകളെ അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും കാണുന്നത്. നല്ല റെസ്പോൺസാണ് എല്ലാവരും. നാട്ടുകാരെന്നെ കൈവിടില്ല, കൂടെ ഉണ്ടാവും എല്ലാവരും തന്നെ. സപ്പോർട്ടിന് പപ്പായും മമ്മിയാണോ? അതെ, ഓഫ് റോഡിലാണെങ്കിൽ തന്നെ അപ്പൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഓഫ് റോഡിൽ നമുക്ക് പ്രൈസ് അടിക്കാനുള്ള കാരണം. ഇതിൽ തന്നെ ആണെങ്കിലും അപ്പയും അമ്മയും ഉണ്ട്. ഇപ്പം വീട് കയറാൻ പോകുമ്പോഴാണെങ്കിലും അവരെ കൂട്ടിയാണ് ഞാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. എൻ്റെ പിന്നിൽ എവിടെ വിജയമുണ്ടോ അതിന് പിന്നിൽ കുടുംബക്കാരാണ്. അപ്പം റിയയുടെ വിജയത്തിന് പിന്നിൽ പപ്പയാണ്. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഫ് റോഡ് പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനൊക്കെ പപ്പയാണ് ആദ്യമേ ഇത് തന്നത്. അതെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഓഫ് റോഡ് മത്സരങ്ങൾ കുറവാണോ? എങ്ങനെയാ? നടക്കുന്നുണ്ട്. ഞാൻ ഈ ഇലക്ഷന് തിരക്കാൻ വേണ്ടി ഇറങ്ങാത്തതാണ്. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കിനും ഇറങ്ങി തുടങ്ങും. അപ്പം എവിടെയൊക്കെയായിരുന്നു പ്രൈസ് കിട്ടിയത്? കോട്ടയം, പെരുമ്പാവൂര്, നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് എവിടെയൊക്കെ വെച്ചാലും പോകാറുണ്ട്. ഓഫ് റോഡിൽ പരിശീലനം നൽകിയത് പപ്പയല്ലേ? അതെ, ഞാൻ ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കും. 8ാം ക്ലാസ് തൊട്ടേ വണ്ടി ഓടിക്കുന്നതാണ്. പിന്നെ 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്തു. പപ്പയ്ക്ക് ക്വാറി ഉണ്ടായിരുന്നു. അതിൽ ഡീസൽ കൊടുക്കാനൊക്കെ ഞാൻ ഈ ജീപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിന് എല്ലാ സ്ഥലത്തിലുള്ള സപ്പോർട്ട് തന്നത് പപ്പ തന്നെയാണ്. അതെ, പപ്പയും പപ്പയുടെ അനിയനും അതെ, അവർ ഓഫ് റോഡേഴ്സാണ്. അവരാണ് നേരത്തെ തൊട്ട് മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ ഇറങ്ങി. ഇതിന് കോ ഡ്രൈവർ വേണം ഓഫ് റോഡിന് ഇറങ്ങുമ്പോൾ. ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ പപ്പയുടെ അനിയനും. ഇവരാരെങ്കിലും മാറി ഇരിക്കും. പിന്നെ ഇവരും ഇറങ്ങും. എല്ലാ വണ്ടി ഓടിക്കും, ഹെവി ഉൾപ്പെടെ എല്ലാ വണ്ടിയും നമ്മൾ ഓടിക്കും. പാലാ ടൗണിൽ കൂടെ ഒക്കെ പിന്നെ പോകാറുണ്ട്. എല്ലായിടത്തോടെയും പോകും. അപ്പം കുട്ടികളൊക്കെ എന്താ പറയുന്നത്? സ്റ്റുഡൻസ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, പോസ്റ്റേഴ്സ് കണ്ടു. വീട്ടുകാർ പറയുമ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും എല്ലാവരും വന്ന് പറയും റിയ മാമിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തന്നെ വരും. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? നല്ലൊരു ധൈര്യമാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് വൈബാണ് എല്ലാവരും തരുന്നത്. അപ്പം ജയിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നാട്ടുകാർ എന്നെ കൈവിടില്ല. അവർ ഏത് ആവശ്യത്തിന് എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ല, എല്ലാവരും പറയുന്ന പോലെ എന്നെ കാണണ്ട. ഇത് എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം. അതെ, എനിക്കിങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്. അപ്പം ആരേത് ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് പോകാൻ പറ്റും. എനിക്ക് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. അതെ, എന്തോ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാഷ്ട്രീയം മിസ്സായെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും അപ്പോൾ അതിൽ ആക്റ്റീവായി നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട്. അത് അന്ന് ഈ
കൂടുതലും അന്ന് മെയിനായിട്ട് കൊറോണ കാലഘട്ടമായിരുന്നേ. അപ്പം അങ്ങനെയൊന്നും ഇല്ല. ഫസ്റ്റ് ഇയറിന്റെ പകുതി സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂര് ഡിഗ്രി അവിടെ ചെയ്തു. പിന്നെ തേർഡ് ഇയറിന്റെ ലാസ്റ്റ് ആയപ്പോഴാണ് കോളേജിൽ പോയി തുടങ്ങിയത്. അപ്പം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു പൊളിറ്റിക്സ് ഒന്നും. പിന്നെ TTC പഠിച്ചത് ഗേൾസ് സ്കൂളിലാണ്. അവിടെ പിന്നെ പൊളിറ്റിക്സേ ഇല്ലായിരുന്നു, സിസ്റ്റേഴ്സിന്റെ ആയിരുന്നു. ഇപ്പൊ പൊളിറ്റിക്സ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. പ്രായം കുറവായതുകൊണ്ട് അതിൻ്റെതായ ഇൻസ്ട്രക്ഷൻസും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോരുത്തർ വന്ന്. ഈ വീട് കയറുമ്പോൾ തന്നെ നമ്മൾ ഈ ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെ കുഴിക്കകത്തൂടെയൊക്കെ ചാടി മറിഞ്ഞു പോകുന്നു. അപ്പോൾ അതിലും വലിയ കഷ്ടപ്പാടാണോ ഈ തിരഞ്ഞെടുപ്പിൻ്റെ വഴികളൊക്കെ? കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല, നമുക്ക് ഉള്ളിലൊരു ഇഷ്ടം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ഭയങ്കര വെയിലൊക്കെ അതൊന്നും വിഷയമില്ല. എപ്പോഴും ഇറങ്ങും വീട്ടിൽ നിന്ന്? പറഞ്ഞു രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും ഇറങ്ങും. വീട്ടിൽ നിന്ന് ഓരോരുത്തർ പണിക്ക് പോകുമല്ലോ, അപ്പോൾ ആ സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. വൈകിട്ട് യോഗങ്ങളൊക്കെ ഉണ്ടാവും? ഞാൻ അങ്ങനെ എൻ്റെ ഒരു മീറ്റിംഗേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തടുത്ത് മീറ്റിംഗ്സ് ഒക്കെ വെച്ച് തുടങ്ങും. ചിഹ്നം കൈപ്പത്തി, നമ്മുടെ ചിഹ്നം കൈപ്പത്തി. നാടിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വികസന കാഴ്ചപ്പാടൊക്കെ ആയി തുടങ്ങിയോ? അതൊക്കെ കണ്ടെത്തിയോ? കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു നമ്മള്. എന്നെ കൊണ്ട് പറ്റും വിധം എല്ലാവർക്കും എല്ലാവിധ സഹായം ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ഒരു യുവത്വമാണല്ലോ, നമ്മളെ പോലുള്ളവർക്കാണെങ്കിൽ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ടെക്നോളജി ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യും. ഓഫ് റോഡ് മാറ്റി വെച്ചിട്ട് അച്ഛനൊപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓഫ് റോഡിനെക്കാട്ടിലും ഇച്ചിരി റിസ്ക് ആയത്, എന്നാലും ചെയ്യും, ഉറപ്പാ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് തന്നെയാണോ ഇത് കാണുന്നത്? അത് തന്നെ മത്സരിച്ചാൽ ചെയ്യും. ഒരാൾ ജയിക്കണം, ഒരാൾ തോൽക്കണം. രണ്ടിലേതാണെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഏതായാലും റിയ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്, ചെറുപ്രായത്തിൽ തന്നെയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്, എന്ത് പെർഫോമൻസ് ഒക്കെ എന്ത് പറയുന്നു അച്ഛൻ വിലയിരുത്തുന്നത്? നാട്ടുകാർക്ക് അടുത്ത് നല്ല അഭിപ്രായമാണ്. അല്ലെ തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ ആൾക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരുന്ന ഓരോ ആവശ്യങ്ങൾക്കും പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. എന്തൊക്കെ സേവനം? പള്ളിയിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് വണ്ടിയായിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ അനിയനായിരുന്നു പ്രാവശ്യത്തെ കൗൺസിലർ ഇവിടെ. അപ്പോൾ അവൻ്റെ പല പേപ്പറുകൾ ഇവിടെ വിട്ടാണ് ജയിക്കാനായിട്ടും പൂരിപ്പിക്കാനും ഒക്കെ ആയിട്ടും ഓരോ ആവശ്യങ്ങൾക്ക് ഇവിടെ വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഈ നാട്ടിലുള്ളവർക്കുണ്ട്, നാട്ടുകാരുമായിട്ടുണ്ട് നേരത്തെ മുതൽ. നമ്മുടെ നാട്ടിലെ ഓരോ വഴികളും കണ്ടുപിടിച്ചു. ഇവിടെ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് എല്ലാം തന്നെ അറിയാം എനിക്ക്. ചില വാർഡുകളൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഈ റോഡൊക്കെ കുണ്ടും കുഴിയും നിറഞ്ഞ പല അവസ്ഥയിലാണ്. അപ്പോൾ അവിടെ ഓഫ് റോഡ് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. ഇവിടെ അങ്ങനത്തെ വഴികളുണ്ട്? ഇല്ല, ഇവിടെ വഴികളെല്ലാം നല്ല ക്ലിയർ ആണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം പക്കയാണ് ഇവിടെ. പപ്പ പറഞ്ഞു ഈ എന്താ പറയുക, ഒരുപാട് സഹായങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഓരോ പേപ്പേഴ്സ് ഫില്ല് ചെയ്യാനൊക്കെ കിട്ടും, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഓരോ വീടുകളിൽ കൊണ്ട് ചെന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ജനങ്ങളെ സേവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ആ അവസരം ഞാൻ കയ്യിലെടുത്തേക്കുവാണ്. ഇനി നാട്ടുകാരുടെ കയ്യിലാണ്. നാട്ടുകാരനെ ചതിക്കില്ല, അവരെൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പം ഏതായാലും റിയ ഓഫ് റോഡ് താരമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ വഴികളിലും ഓരോ വീടുകളിലും കയറി ചെല്ലുകയാണ്. ഒപ്പം ഉള്ളത് അച്ഛനും അമ്മയുമാണ് കൂടെയുള്ളത്. ഏതായാലും ഈ ഓഫ് റോഡ് താരത്തിന് തെരഞ്ഞെടുപ്പിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാലാ.